പാലക്കാട് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച എത്തനോൾ ഫാക്ടറിക്ക് സംസ്ഥാന സർക്കാർ നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കി. സർക്കാരിനേറ്റ വൻ തിരിച്ചടിയാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് സംബന്ധിച്ച് ഒരു അന്തിച്ചർച്ച പോലും നടന്നേക്കാം. എന്നാൽ മന്ത്രി എം പി രാജേഷ് എന്താണ് സംഭവിച്ചത്, എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി കോടതി ഉത്തരവ് വായിച്ച് മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. എത്തനോൾ ഫാക്ടറിയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും എന്താണ് എന്ന് അറിയേണ്ടവർക്ക് ഈ വാർത്താ സമ്മേളനം വളരെ ഉപകാരപ്രദമായിരിക്കും. കേൾക്കുക. അതാണ് മുൻകൂട്ടി നിശ്ചയിച്ച ആദ്യത്തെ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങളെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്നത്തെ ഹൈക്കോടതിയുടെ ഡിസ്റ്റിലറി വിഷയത്തിലുള്ള ഹൈക്കോടതി വിധിയെക്കുറിച്ച് പറയാം. ഡിസ്റ്റിലറി അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭ നൽകിയ പ്രാഥമിക അനുമതി ഇന്ന് കോടതി റദ്ദാക്കിയിട്ടുള്ളത് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുടെ മാത്രം പേരിലാണ്. സർക്കാരിനെതിരായിട്ടുള്ള വിമർശനമോ കുറ്റപ്പെടുത്തലോ ഒന്നും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം അതാണ്. മാത്രമല്ല, സർക്കാർ എടുത്ത തീരുമാനം നിയമപരമായിരുന്നു എന്ന് കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാണാൻ കാത്തിരുന്നത് കോടതി വിധി അപ്ലോഡ് ചെയ്ത് വായിച്ച ശേഷം പറയാമെന്നതുകൊണ്ടാണ്. കോടതി വിധിയുടെ 6-ാം പേജ് ഞാനല്ല റെലവൻ്റായ ഭാഗം വായിക്കാം. ഇറ്റ് ക്യാൻ ഓൺലി ബി ഹെൽഡ് ദാറ്റ് ദ സാങ്ഷൻ ഗ്രാൻറ്റഡ് ഈസ് ദ പ്രീവിയസ് അപ്രൂവൽ ആസ് കണ്ടംപ്ലേറ്റഡ് അണ്ടർ സെക്ഷൻ 14 ഓഫ് ദ അബ്കാരി ആക്ട്. അതായത് അബ്കാരി ആക്ടിൻ്റെ സെക്ഷൻ 14 പ്രകാരമുള്ള പ്രാഥമിക അനുമതിയാണ് കൊടുത്തിട്ടുള്ളത് എന്ന കാര്യം കോടതി അംഗീകരിച്ചു. എന്ന് പറഞ്ഞാൽ ഇവരുടെ വാദം ഇത് നിയമവിരുദ്ധമാണ് എന്നായിരുന്നു. അബ്കാരി ആക്ടിനെതിരാണ് എന്നതായിരുന്നു. അത് കോടതി അംഗീകരിച്ചിട്ടില്ല, നിയമപരമാണ് എന്നാണ്. സെക്ഷൻ 14 പ്രകാരമുള്ള അനുമതിയാണ്. രണ്ടാമത് ഒരു വാദം പ്രധാനമായിട്ട് എന്തായിരുന്നു? പഞ്ചായത്തുകളുടെ അനുമതി ഇല്ലാതെ സർക്കാർ പഞ്ചായത്തിൻ്റെ അനുമതി ഇല്ലാതെ കൊടുത്തു എന്നുള്ളതായിരുന്നു. ലൈസൻസ് എടുക്കാൻ പഞ്ചായത്തിൻ്റെ അനുമതി ഇല്ലാതെ ഇവർക്ക് പ്രാഥമിക അനുമതി കൊടുത്തു. പാരഗ്രാഫ് 12 പറയുന്നത് വി ആർ അണേബിൾ ടു എഗ്രി വിത്ത് അഫോർസ്ഡ് കണ്ടൻഷൻ. അതിനോട് കോടതി യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ സർക്കാരിൻ്റെ നടപടിയിൽ ഈ പറഞ്ഞ ഇവരാരോപിക്കുന്ന ഒരു കാര്യത്തോട് കോടതി യോജിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് കോടതി ഇത് റദ്ദാക്കിയത്? കോടതി പറയുന്നുണ്ട് വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാം എന്ന സമ്മതം അറിയിച്ചിരുന്നു. ആ സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭ അനുമതി കൊടുക്കുന്നത്. എന്നാൽ പിന്നീട് ഹൈക്കോടതിയിൽ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സമർപ്പിച്ച അഫിഡവിറ്റിൽ അതിൽ നിന്ന് പിന്നാക്കം പോയി എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ സർക്കാർ തീരുമാനം ശരിയാണ്. കാരണം വാട്ടർ അതോറിറ്റിയുടെ സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനമെടുത്തത്. അതിൽ പറയുന്നുണ്ട് കോടതി വിധി തന്നെ അത് പറയുന്നുണ്ട്. The government order, while granting the preliminary sanction, had within its zone of consideration the consent given by the Kerala Water Authority and had reckoned the same. അതിനെ ആസ്പദമാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടേ ഇല്ല. വാട്ടർ അതോറിറ്റി ആദ്യം വെള്ളം കൊടുക്കാമെന്നുള്ള സമ്മതം നൽകി, രേഖാമൂലമുള്ള സമ്മതം. അത് സർക്കാരിൻ്റെ മുമ്പിൽ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ എടുത്ത തീരുമാനം. അപ്പോൾ ഒന്ന് സെക്ഷൻ 14 അബ്കാരി ആക്ട് പ്രകാരം ഉള്ള പ്രിലിമിനറി സാങ്ഷനാണ് ഗവൺമെൻറ് നടത്തിയത്
എന്നാണ്. ഒന്ന്, അതും സർക്കാരിൻ്റെ ഭാഗത്ത് തെറ്റില്ല. രണ്ട്, വെള്ളം കൊടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി നൽകിയ കൺസെൻറ്റിൻ്റെ സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനിച്ചത്. വ്യക്തമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് വാട്ടർ അതോറിറ്റി കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ അതിൽ നിന്ന് പിന്നാക്കം പോയി. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയോട് ചേർന്ന് എന്നാണ്. പക്ഷേ ഇത് അതിന് 5 കിലോമീറ്റർ അപ്പുറത്ത് എലപ്പുള്ളി പഞ്ചായത്തിലാണ് എന്ന വാദവും ആണ് കോടതി പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനം കോടതി പറഞ്ഞത്, this will not preclude a fresh consideration of any application by the government if made on the basis of the necessary inputs. ആവശ്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ആപ്ലിക്കേഷൻ തന്നാൽ അത് പരിഗണിക്കുന്നതിന് ഇത് തടസ്സമല്ല എന്നാണ്. അപ്പോൾ സർക്കാരിനെതിരെ എന്തോ കിട്ടിപ്പോയി എന്ന നിലയിൽ ആർക്കും ആഘോഷിക്കാൻ വകുപ്പില്ല എന്ന് കോടതിയുടെ വിധി വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തിയിട്ടില്ല. നടപടിക്രമങ്ങളാണ്. പുതിയ ആപ്ലിക്കേഷൻ പരിശോധിക്കാൻ തടസ്സമില്ലാതെന്നും പറഞ്ഞിട്ടുണ്ട്. ആരോപണം ഇന്നത്തെ കോടതി വിധിയോടെ പൊളിഞ്ഞു. ഇതാ കാണിച്ചു തന്നാൽ മതി. ഇതിൽ ഒരു വരി ഇതാ പിടിച്ചോളൂ. അങ്ങനെ ഒരു ആരോപണം കോടതി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഒരു ആരോപണം കോടതിയിൽ കൊടുത്ത റിട്ടിലുമില്ല. പുറത്ത് പലതും വിളിച്ചു പറയും. ഇനി കോടതി പറയണ്ട, ആ റിട്ടിൽ അങ്ങനെ ഒരു പരാതി ഉള്ളതായിട്ട് നിങ്ങൾക്ക് കോടതി പറഞ്ഞിട്ടുണ്ടോ? ഇതിൽ അവരുടെ കണ്ടൻഷനിലുണ്ടോ? പുറത്ത് പറഞ്ഞതൊന്നുമല്ല കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞ കാര്യം ഇതൊന്നുമല്ല. അല്ല, ഞാൻ പറഞ്ഞത് ഉണ്ടെങ്കിൽ കാണിക്കാം. ഈ പറഞ്ഞ എന്തെങ്കിലും ആരോപണം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ തുടർനീക്കം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റേതല്ല പദ്ധതി. സർക്കാരിൻ്റെ നയത്തിനനുസരിച്ച് ഒരപേക്ഷ വന്നു. അതും ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും ഇത് വായിച്ചോ? നിങ്ങൾ ആരെങ്കിലും വായിച്ചോ? ഇല്ല. ഞാൻ അതുകൊണ്ടാണ് വായിച്ചിട്ടേ വരുന്നുള്ളൂ എന്ന് തീരുമാനിച്ചത്. കോടതി കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം, the company submitted an application dated 30/11/2023 to the Commissioner of Excise seeking permission to install 500 KL capacity ethanol cum multi-feed distillation and IMFL bottling unit. അതായത് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. 30/11 കമ്പനി എക്സൈസ് കമ്മീഷണർക്കാണ് അപേക്ഷ കൊടുക്കുന്നത്, സർക്കാരിനല്ല. എക്സൈസ് കമ്മീഷണർക്കാണ് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. The excise commissioner forwarded the application to the government along with his recommendation dated 6/2/2024 to give initial sanction for the project. മനസ്സിലായോ? എക്സൈസ് കമ്മീഷണർ ഫോർവേഡ് ചെയ്യുന്നത് ഇതിന് ഇനീഷ്യൽ സാങ്ഷൻ കൊടുക്കാനുള്ള ശുപാർശയോടുകൂടിയാണ്. കോടതി ഈ രേഖകളെല്ലാം പരിശോധിച്ചു. ഇതെല്ലാം ഞങ്ങൾ കോടതി സമർപ്പിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയണത് ഇത് ഞങ്ങൾ കോടതി സമർപ്പിച്ചിരുന്നു. കോടതിയിൽ പറയുന്നുണ്ടോ? അതും പറയുന്നുണ്ട്. ഈ രേഖകൾ സർക്കാർ ലഭ്യമാക്കിയിരുന്നെന്നും മുഴുവൻ പരിശോധിച്ചു എന്നും കോടതി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ പുറത്ത് പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു എന്ന് ഈ വിധിയോടുകൂടി ഇപ്പോൾ വ്യക്തമാക്കി. കോടതിയിൽ ഇത് സംബന്ധിച്ച് സകല രേഖകളും ഫയലുകളും സർക്കാർ സമർപ്പിച്ചിരുന്നു. അത് പരിശോധിച്ച് ഈ കാര്യങ്ങളെല്ലാം കോടതി പറഞ്ഞിരിക്കുന്നു. ഇനി അപേക്ഷ കിട്ടിയാൽ പരിഗണിക്കാൻ തടസ്സമില്ല എന്നും കോടതി പറഞ്ഞിരിക്കുന്നു. അല്ല, കോടതി അതൊന്നും പറഞ്ഞിട്ടില്ല. എത്തനോൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇതിലും. ബ്രൂവറി എന്നല്ല കോടതിയിൽ എവിടെയും പറയുന്നത്, എത്തനോൾ എന്നാണ് കോടതി വിധിയിൽ മുഴുവൻ പറയണത്. ഈ ബ്രൂവറി എന്നത് മാധ്യമങ്ങളിൽ വരുന്നൊരു കാര്യമാണ്. കോടതിയിൽ ഇതിൽ പറയുന്നത് ഞാൻ വായിച്ചു തരാം. ഒരു മിനിറ്റ് അതെ ഒറ്റ മിനിറ്റ് നോക്കൂ. കോടതി വിധി തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്.
ഒരു മിനിറ്റ്. ദ ഗവൺമെൻറ് ഓർഡർ, ആ ഓർഡറിൻ്റെ നമ്പറൊക്കെ പറഞ്ഞിട്ട്, ഗ്രാൻഡിങ് പ്രിലിമിനറി സാങ്ഷൻ ടു എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഓയസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ്, ഹിയർ ഇൻ ആഫ്റ്റർ റെഫർ ടു ആസ് ദ കമ്പനി. ഇത് കേൾക്കണം, ശ്രദ്ധിക്കണം. ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എൻ എത്തനോൾ പ്ലാന്റ്. അതാണ് കോടതിയിൽ കേട്ടോ. അതാണ് പുറത്ത് പറയുന്നതും കോടതിയിൽ സമർപ്പിച്ചതും രണ്ടാണ്. കോടതി വിധിയും കൃത്യമാണ് ഈ കാര്യം. അതെ, അല്ല അത് പറഞ്ഞിട്ടില്ല. കോടതി വിധി പറയുന്നത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഫാക്ച്വലായ കാര്യങ്ങളിലേക്ക് കോടതി അല്ല പോകേണ്ടത് എന്ന് ഞാൻ വായിക്കാം. ആ ഭാഗം വായിക്കാം. ഞാൻ പറയണ്ടല്ലോ, കോടതി പറഞ്ഞാൽ പോരെ. ഈ വെള്ളത്തെക്കുറിച്ചിട്ടുള്ള ഇറ്റ് ഈസ് നോട്ട് എവിഡൻറ്റ് ആസ് ടു വാട്ട് ഓഡിറ്റ് വാസ് ഡൺ ബൈ ദ കേരള വാട്ടർ അതോറിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ദ ഗവൺമെൻറ് ഓർഡർ അണ്ടർ ചാലഞ്ച് ഹാസ് സ്പെസിഫിക്കലി റെക്കൺഡ് ദ കൺസെൻറ്റ് ഗിവൺ ബൈ ദ കേരള വാട്ടർ അതോറിറ്റി. മനസ്സിലായില്ലേ? വാട്ടർ അതോറിറ്റിയുടെ കൺസെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവൺമെൻറ് ഓർഡർ കൊടുത്തത്. പിന്നെ അവരാണ് ഇന്ന് പിന്നാക്കാൻ പോകുന്നത്. ഇതിൽ നോക്കൂ, ഒരു മിനിറ്റ്. വി ഡു നോട്ട് തിങ്ക് ദാറ്റ് സച്ച് ഫാക്ച്വൽ ആസ്പെക്ട്സ് fall for determination by this court. വെള്ളം സംബന്ധിച്ച കാര്യങ്ങൾ കോടതി തീരുമാനിക്കേണ്ടതല്ല എന്ന് കോടതി പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഞാൻ എന്താ ഗവൺമെൻറ് കൊടുത്ത അനുമതി പറയുന്നത്? നിയമാനുസൃതമായിട്ടുള്ള മറ്റെല്ലാ അനുമതികളും ലഭ്യമാക്കിയ ശേഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള പ്രിലിമിനറി സാങ്ഷനാണ്. ആ പ്രിലിമിനറി സാങ്ഷൻ നിയമപരമാണെന്ന് ഈ കോടതി വിധി അംഗീകരിച്ചു കേട്ടോ. കാരണം സെക്ഷൻ 14 അബ്കാരി ആക്ട് പ്രകാരം പ്രിലിമിനറി സാങ്ഷൻ കൊടുത്തേ പറ്റൂ. അത് കൊടുക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത്. നിയമപരമാണ്. പ്രിലിമിനറി സാങ്ഷനാണ് കൊടുത്തത്. അതെ, ഇപ്പോൾ വാട്ടർ അതോറിറ്റി പിന്മാറിയ സ്ഥിതിക്ക് അത് വേണ്ടി വരും. വെള്ളമില്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അവർ നോക്കേണ്ട കാര്യമാണ്, ഞങ്ങളുടെ കാര്യമല്ല. സർക്കാരിൻ്റെ ഭാഗത്ത് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പ്രശ്നമില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി. അതാ ഞാൻ പറഞ്ഞത്, പുറത്ത് പല ആരോപണവും ഉന്നയിക്കാം. കോടതി വന്നതോടുകൂടി ഈ പുറത്ത് പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് വന്നില്ല. ഇപ്പോൾ അതെ, അത് വാട്ടർ അതോറിറ്റിയുടെ കൺസെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളൊക്കെ പറഞ്ഞത്. ഗവൺമെൻറ് അനുമതി കൊടുത്തു, അതാ കോടതി പറഞ്ഞത്. കൊടുത്ത അനുമതി ശരിയാണ്. കൊടുത്ത അനുമതി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വാട്ടർ അതോറിറ്റിയുടെ കൺസെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. വാട്ടർ അതോറിറ്റി പിന്നീടാണ് ഗവൺമെൻറ് കൺസെൻറ്റ് കൊടുക്കുമ്പോൾ, ഗവൺമെൻറ് അനുമതി കൊടുക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ കൺസെൻറ്റ് ഉണ്ട്. പിന്നീട് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തപ്പോഴാണ് അവർ മറിച്ചൊരു നിലപാടെടുത്തത്. അതല്ലേ ഞാനിപ്പോൾ വായിച്ചതെന്ന്, ഇംഗ്ലീഷിലല്ലേ വായിച്ചതെന്ന്, എത്തനോൾ പ്ലാന്റ് എന്ന്. നോക്കൂ, അതൊക്കെ വേറെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത് കോടതിയിൽ ചോദിക്കുന്നുണ്ട്, ഇവർ എന്തടിസ്ഥാനത്തിലാണ് കൊടുത്തെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അത് ഉദ്യോഗസ്ഥർ കോടതിയിൽ പറയട്ടെ. മനസ്സിലായില്ലേ? ആ വേറൊരു പരാമർശം കൂടി കോടതിയിൽ നടത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതൊക്കെ ഉദ്യോഗസ്ഥർ മറുപടി വരേണ്ടതാണ്. ഞാനൊരു കാര്യം പറയാം. ഇതിൽ എന്താ ചോദ്യം ചോദിച്ചപ്പോൾ? അത് അവരല്ലേ പറയേണ്ടത്. അവർ പറയേണ്ടതാണ്. ബ്രൂവറി എന്ന് പറയുന്നില്ല, ഇത് എത്തനോൾ പ്ലാന്റാണ്. നോക്കൂ, ഇതിൽ കോടതി തന്നെ പറയുന്നു എത്തനോൾ പ്ലാന്റ് എന്ന്. കോടതി തന്നെ എത്തനോൾ പ്ലാന്റ് എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ കോടതിയിൽ ഇതൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. കോടതി വിധി ഒന്ന് വായിച്ചു നോക്കുക ആദ്യം. മിനിമം അതൊന്ന് വായിക്കൂ, എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അത് ഇതിൽ പറയുന്നുണ്ട്. അവർ കോടതി വിധി പറയുന്നുണ്ട്, അത് ശരിയാണെന്നും പറയുന്നുണ്ട്. Paragraph 19. The fact that the company was shortlisted in the tender invited under the central government scheme, ജനം പ്രത്യേകം കേട്ടോളണം, central government scheme, E20 program for production and supply of ethanol for blending with transport fuel is not in dispute. മനസ്സിലായില്ലേ?
അല്ല, ഞാനതൊന്നും പറഞ്ഞില്ല, കോടതിയെ പറഞ്ഞത്. അതവർ പരിശോധിക്കട്ടെ. അല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? സർക്കാർ നിയമവിരുദ്ധമായിട്ട് അനുമതി കൊടുത്തു എന്ന്. അതല്ലെന്ന് ഇപ്പോൾ തെളിഞ്ഞോ? അല്ല, ഞാൻ പറഞ്ഞ അതെന്തുകൊണ്ട് എന്നത് അവർ വിശദീകരിക്കേണ്ടത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ആദ്യം കൊടുത്ത അനുമതി കൺസെൻ്റ് അവർ കൊടുത്തു, പിന്നെ അവരതിൽ നിന്ന് പിന്മാറിയത് എന്നത് പറയേണ്ട ആൾ ഞാനല്ല. അത് പരിശോധിക്കട്ടെ. അത് വേറെ പരിശോധിക്കേണ്ട കാര്യം. ഇവിടെ ഇപ്പം നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ? സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൽ നിയമവിരുദ്ധമായ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പം നിങ്ങൾക്ക് സംശയമില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ ഞാൻ വിധി തരാം, നിങ്ങൾ ചോദിച്ചോളൂ ഏത് കാര്യത്തിലാണ് സംശയം എന്നുള്ളത്. അതൊന്നും ഞാനിപ്പോൾ പറയാൻ ആളല്ല. അത് അവർ വിശദീകരിക്കേണ്ട കാര്യം, അവർ പരിശോധിക്കേണ്ട കാര്യമല്ല. സർക്കാർ കക്ഷി ചേരേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ. നിങ്ങൾ പ്രാഥമികമായി നമുക്കെല്ലാം അറിയേണ്ട ചില കാര്യങ്ങളില്ലേ? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കമ്പനി തുടങ്ങാൻ വന്നു, അതിനാവശ്യമായ അനുമതികൾ മറ്റ് സൗകര്യങ്ങളെല്ലാം അവർ ഉറപ്പുവരുത്തേണ്ടതാണ്. സർക്കാർ അനുമതി കൊടുക്കലേ ഉള്ളൂ. ഇവിടെ കൊടുത്ത അനുമതി അവർ തന്ന രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ ഒന്നിൽ പിന്നീട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ പിന്നാക്കം പോയി. അതാണ് കോടതി പറഞ്ഞത്. കോടതി വിധിയുടെ അവസാന വാചകം ഇതാണ്: ദിസ് വിൽ നോട്ട് preclude a fresh consideration of any application by the government if made on the basis of the necessary inputs. ആരെങ്കിലും അപേക്ഷ തന്നാൽ അത് പരിശോധിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് നിയമപരമായി സർക്കാർ ചെയ്തതിൽ ഒരു തടസ്സമില്ല. പക്ഷേ അതിന് അനുമതി കൊടുത്ത ശേഷം വെള്ളത്തിൻ്റെ സോഴ്സ് മാറി എന്നതാണ് പ്രശ്നമായിട്ട് വന്നത്. കോടതി വാട്ടർ അതോറിറ്റി ഏത് ഓഡിറ്റ് നടത്തിയിട്ടാണ് എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ല. കാരണം എന്താ അറിയോ, വാട്ടർ അതോറിറ്റിയുടെ രേഖ ഇവർ പരിശോധിച്ചു. മാത്രമല്ല, ക്യാബിനറ്റിൽ ഇത് വെച്ചതും ശരിയായ നടപടിയാണ്. സർക്കാരെല്ലാം ശരിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടല്ലേ സർക്കാരിനെതിരെ വിമർശനമില്ലാത്തത് കൊണ്ടല്ലേ. ഭൂഗർഭജലം ഊറ്റില്ല എന്ന് പറയാൻ വേണ്ടിയാണ് സർക്കാർ അനുമതി കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. ഏത് ഭൂഗർഭജലം ഊറ്റില്ല എന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. അത് സമ്മതിക്കില്ല. ഒരു തുള്ളി, ഞാൻ ഈ പ്രസ് ക്ലബ്ബിലിരുന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു തുള്ളി ഭൂഗർഭജലം ഊറ്റാൻ അനുവദിക്കില്ല എന്നത്. അതല്ല അവർ നോക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ അവർ നോക്കേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ ചോദ്യം ഇതാണ്: സർക്കാരിൻ്റെ ഭാഗത്ത് ഇതിലെന്തെങ്കിലും വീഴ്ചയുണ്ടായി, നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടായി എന്ന് കോടതി പറഞ്ഞു എന്ന് ഇനി ആർക്കെങ്കിലും ആരോപണമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ വിധി, പറയൂ, ചോദിക്കൂ. ഞാൻ ഇവിടെ ഇരിക്കല്ലേ. അതെ ഞാൻ അതാ പറഞ്ഞത്. ഈ വിധി വന്നിട്ട് ഇനി അതാർക്കാ പറയാൻ പറ്റുക? ഈ വിധി വന്നിട്ട് സർക്കാർ അല്ല, നിൽക്കൂ, അവിടെ പറയട്ടെ, അവിടെ ചോദിച്ചല്ലേ. സർക്കാർ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് കോടതി ആരോപിച്ചു എന്ന് ഈ വിധി വെച്ചിട്ട് പറയാൻ പറ്റുമോ? പുറത്ത് ആളുകൾക്കെതിരെ എന്തും പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, എന്തും പറയും അവർ. അതുകൊണ്ട് ആ പറയുന്നതിനൊന്നും ഇപ്പോൾ നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചൊരു കാര്യം: നിങ്ങൾ ആരെങ്കിലും കോടതി വിധി വായിച്ചോ? ഒരാളും വായിച്ചിട്ടില്ല. ഞാനിത് മുഴുവൻ ഇരുന്ന് വായിച്ചിട്ടേ വന്നിട്ടുള്ളൂ. എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. അല്ല വളച്ചൊടിക്കരുത്. അല്ല,
സർക്കാരിൻ്റെ മുമ്പിൽ വന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അപ്പം തെറ്റില്ല എന്ന് കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ഞാൻ ഒന്നുകിൽ കോടതി വിധി വായിക്കണം, അല്ലെങ്കിൽ വായിച്ച് ഞാൻ പറഞ്ഞത് കേൾക്കെങ്കിലും വേണം. കോടതി എന്താ പറഞ്ഞത്? സർക്കാരിൻ്റെ മുമ്പിൽ വന്ന വസ്തുതകൾ അനുമതി നൽകുന്ന സമയത്ത് ശരിയായിരുന്നു എന്നാണ്. അതാണ് പറഞ്ഞത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രശ്നം അതിൽ വന്നിട്ടില്ല. അതൊരു വസ്തുതാപരമായ പ്രശ്നമായിട്ടേ കോടതിയും പറഞ്ഞിട്ടുള്ളൂ. തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള വാക്ക് കോടതി ഉപയോഗിച്ചിട്ടില്ല. ഇല്ല, അതും കോടതി പറഞ്ഞല്ലോ. പഞ്ചായത്തിൻ്റെ അനുമതി വാങ്ങിയില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല എന്ന് തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൻ്റേതാണ് പ്രശ്നമെങ്കിൽ ഞാൻ നേരത്തെ വായിച്ചു തന്നല്ലോ, വി ഡു നോട്ട് അഗ്രി വിത്ത് എ ഫോഴ്സ്ഡ് കണ്ടൻഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള മറുപടി ജനം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കോലാഹലമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം എന്തുണ്ടായത്? ജനകീയ കോടതിയിലും അവർ പരാജയപ്പെട്ടു, നീതിന്യായ കോടതിയിലും സർക്കാർ നടപടി പരിശുദ്ധമായി എന്ന് തെളിയിക്കപ്പെട്ടു, നിയമപരമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു. അതാണ് വസ്തുത ഒന്നായിരിക്കും, പ്രചരണം വേറൊന്നായിരിക്കും. അതാണ്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് 3-ാം സ്ഥാനത്താണ് അല്ലേ? വൈസ് പ്രസിഡന്റ് 3-ാം സ്ഥാനത്താണ്. പഞ്ചായത്ത് കഴിഞ്ഞ തവണ UDF ജയിച്ചത്, ഇത്തവണ LDF പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ആ വാർഡും LDF പിടിച്ചെടുക്കുക ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ തോൽക്കണമായിരുന്നു അല്ലേ? ഞങ്ങൾ തോൽക്കണമായിരുന്നു. അത് കുറച്ച് നിരാശ കാണും. ഇത്രയൊക്കെ നിങ്ങളൊക്കെ അവിടെ പോയി നിന്നിട്ട് രാപ്പകലില്ലാതെ റിപ്പോർട്ട് ചെയ്തതല്ലേ? അപ്പോൾ എന്നിട്ടും അവിടെ LDF ഈ വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ടും ജയിക്കുമ്പോൾ കുറച്ച് നിരാശ കാണും. സാരമില്ല, അടുത്ത തവണ ശ്രമിച്ചു നോക്കൂ വീണ്ടും. അതെ, ആരോപണം എന്തും പറയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആരോപണം എന്തും പറയാമെന്ന്. കോടതിയിൽ ഈ ആരോപണം ഇല്ല കേട്ടോ. ഏത് ഇതിൻ്റെ പിന്നിൽ അഴിമതി ഉണ്ടെന്നോ മറ്റൊന്നും ഇവർ കൊടുത്ത ആരോപണം ഇല്ല. എന്തുകൊണ്ടാണ് ഉന്നയിക്കാത്തത്? അത് ഉന്നയിച്ച പണി കിട്ടുന്നവർക്കറിയാം. അതുകൊണ്ടാണ് അതൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. അതൊക്കെ പുറത്ത് നിങ്ങളെപ്പോലുള്ളവരുടെ മുമ്പിലേ പറയുന്നുള്ളൂ ആരോപണം. ശരി, ഇത്രയും മതി. അതൊന്നും ഞങ്ങൾക്കിപ്പോൾ ഇന്ന സമയത്ത് കൊടുക്കണം നിർബന്ധമില്ല. ഞങ്ങളൊരു നയം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നയത്തിനനുസരിച്ച് വന്ന അപേക്ഷ നിയമപരമായി പരിഗണിച്ചു. നിയമപരമായിട്ടാണ് പരിഗണിച്ചതെന്നും അനുമതി കൊടുത്തതെന്നും ഇപ്പോൾ വ്യക്തമാവുകയും ചെയ്തു. ഇനിയും വന്നാൽ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പരിഗണിക്കാൻ തടസ്സമില്ല എന്നുള്ളത്. അത് അപേക്ഷ വരണം, ഇന്ന ആളൊന്നുമില്ല, വേറെ ആർക്കെങ്കിലും അപേക്ഷയും തരാം. ഇത്രയേ ഉള്ളൂ. ഇല്ല പോരെ? ഇനി എന്തെങ്കിലും ഉണ്ടോ? അല്ല, തിരഞ്ഞെടുപ്പ് പറയാം. അത് നല്ലതാണ് ചോദിക്കുന്നത്. അപ്പം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊന്ന് എല്ലാവരും വായിച്ചു നോക്കൂ എന്നുള്ളതാണ്. പിന്നെന്താ, ഞാൻ വേറൊരു കാര്യം പറയും. കോടതി പറഞ്ഞിട്ടില്ല എന്നുള്ളത് പോട്ടെ, കഴിഞ്ഞ നിയമസഭാ സമ്മേളനമായിരുന്നല്ലോ ഈ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തിൻ്റെ തൊട്ടുമുമ്പുള്ളത്. എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാനുണ്ടെങ്കിൽ അത് ഉന്നയിച്ചൊരു അന്വേഷണം ആവശ്യപ്പെടേണ്ട നിയമസഭാ സമ്മേളനം കഴിഞ്ഞ തവണയായിരുന്നല്ലോ. എന്താ എഴുതി കൊടുത്ത് ഉന്നയിക്കാതിരുന്നത്? ഇല്ലല്ലോ. അപ്പോൾ നിയമസഭയിൽ ഉന്നയിച്ചിട്ടില്ല, കോടതിയിൽ ഉന്നയിച്ചിട്ടില്ല, കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുമില്ല, പുറത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ശരി, എത്ര കുറവുണ്ടായിരുന്ന കണക്ക് കേൾക്കട്ടെ. എത്രയാണ് നിങ്ങളുടെ കണക്ക്? അതെ, അതിൽ സംശയമൊന്നുമില്ല. അതെ, എത്ര പിന്നാക്കം പോയി അതെന്താ പറയാത്തത്? അത് പറയാൻ എന്തിനാ? ഞാനല്ലേ പറഞ്ഞു, പറയൂ, എത്ര പിന്നാക്കം പോയി നിങ്ങളുടെ കണക്ക്? ശരി, എത്ര പിന്നാക്കം പോയി എന്നാണ് കണക്ക്? വോട്ട് എത്ര പിന്നാക്കം പോയി എന്നാണ് കണക്ക്? ഞാൻ പറയാം. ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ പറയുന്നില്ല. നോക്കൂ, ആദ്യം പഞ്ചായത്തിൻ്റെ കാര്യം എടുക്കാം, എന്നിട്ട് വോട്ടിൻ്റെ കാര്യത്തിലേക്ക് വരാം.
പഞ്ചായത്ത് കഴിഞ്ഞ തവണ 4-4 4-4 ഒന്ന് ഞങ്ങൾ ജയിച്ചത് ടോസിലാണ്. കപ്പൂർ ടോസിൽ ജയിച്ചതാണ്. അത് ഇത്തവണ UDF സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ്, അവർ ജയിച്ചു. തൃത്താല LDFൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. അതേസമയം കഴിഞ്ഞ തവണ UDF ജയിച്ച പരുതൂര് ഞങ്ങൾ തിരിച്ചു പിടിച്ചു. അപ്പോൾ ടോസിൽ ജയിച്ച ഒന്നുൾപ്പെടെ 4-4. ഇത്തവണ 5-3. മണ്ഡലത്തിലെ കണക്കെടുത്താൽ 5-3. അത്രേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇനി വോട്ടിൻ്റെ കണക്ക് പറയാം. നിങ്ങൾക്ക് അത് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്ര ചോദിച്ചിട്ട് പറയാത്തത്. ജില്ലാ പഞ്ചായത്ത് വോട്ട് കണക്കാക്കിയാൽ 867 വോട്ടാണ് കുറവ് LDFനോടുള്ളത്. വെറും 867 വോട്ട്. ആ കുറവുണ്ട്, അത് കുറവാണ്. അപ്പോൾ 867ൻ്റെ മുകളിൽ ആഹ്ലാദിക്കുന്നവർക്ക് ആഹ്ലാദിക്കാം. ഇനി ഉണ്ടോ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചോദ്യം? ശരി, വേണ്ടത്ര പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു അല്ലേ? ഇനി നീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.